ഫുളൈൽ കൊള്ളക്കാരനായിരുന്നു. വഴിയിൽ പതുങ്ങിയിരുന്ന് യാത്രക്കാരെ ആക്രമിച്ച് പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്നെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. കാലം മുന്നോട്ട് പോയപ്പോൾ അയാൾ ആ നാട്ടിൽ അറിയപ്പെട്ട കുപ്രസിദ്ധ കൊള്ളക്കാരനായി തീർന്നു. ഫുളൈൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ നടുങ്ങുമായിരുന്നു. ഒരു ദിവസം രാത്രി സമയത്ത് അദ്ദേഹം നടന്നു പോകുമ്പോൾ വഴിയരികിലുള്ള വീട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾക്കാനിടയായി. ആ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാനസാന്തരമുണ്ടാക്കി. കൊള്ള നിർത്തി തൗബ ചെയ്ത് നല്ല മനുഷ്യനാകാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. കൊള്ള ചെയ്ത വസ്തുക്കളെല്ലാം കൊള്ളയടിക്കപ്പെട്ട ആളുകളെ തേടി പിടിച്ച് തിരിച്ചു കൊടുക്കുകയും അവരോട് പൊരുത്തപ്പെടിക്കുകയും ചെയ്തു. കൊടുക്കാൻ കഴിയാത്തവ അവരോട് പൊരുത്തപ്പെടിക്കുകയാണ്. അവസാനം ഒരു ജൂതൻ്റെ അടുത്തെത്തി. ഫുളൈൽ അയാളെ കൊള്ളയടിച്ചിട്ടുണ്ടായിരുന്നു. അയാളോട് പുറത്തു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ജൂതൻ പറഞ്ഞു, ഞാൻ വെറുതെ പുറത്തു തരില്ല, ഞാൻ പറയുന്ന ജോലി ചെയ്താൽ മാത്രമേ പുറത്തു തരികയുള്ളൂ. തൗബ എന്ന ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിന്ന ഫുളൈലിന് എന്ത് ത്യാഗം ചെയ്തും തൗബ പൂർത്തിയാക്കണമെന്ന ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അദ്ദേഹം സമ്മതം മൂളിയപ്പോൾ ജൂതൻ പറഞ്ഞു, എൻ്റെ ഈ വീടിന് പിറകിലുള്ള കുന്ന് ഇടിച്ചു നിരത്തണം, എന്നാൽ ഞാൻ മാപ്പു ചെയ്യാം. ഫുളൈൽ ഒന്നും ചിന്തിച്ചില്ല, ആ ജോലി ഏറ്റെടുക്കുകയാണ്. ആ വലിയ കുന്ന് നികത്താൻ വളരെ കാലം ജോലി ചെയ്യേണ്ടി വരും. എന്നാൽ അതൊന്നും ഫുളൈലിനെ തളർത്തിയില്ല. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ജോലി ആരംഭിച്ചു. അങ്ങനെ ജോലി തുടർന്നു ആരംഭിച്ച് രാത്രിയായി. എന്നിട്ടും അദ്ദേഹം ജോലി നിർത്തിയില്ല. വിശ്രമിക്കാതെ ജോലി തുടർന്നു. രാത്രി ഏറെ ആയപ്പോൾ പെട്ടെന്നൊരു കാറ്റും മഴയും വന്നു. അതിൻ്റെ ശക്തിയിൽ അതാ കുന്നു മുഴുവനും ഇടിച്ചു സ്ഥലം നിരപ്പാവുന്നു. രാവിലെ എഴുന്നേറ്റ് ജൂതൻ തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. അദ്ദേഹം കാര്യങ്ങളെല്ലാം ഫുളൈലിനോട് തിരക്കുകയാണ്. ഫുളൈൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ പുറപ്പെട്ട ഫുളൈലിനെ അള്ളാഹു താല നൽകിയ സഹായമായിരുന്നു ആ കാറ്റും മഴയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.